വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LIC നാളെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു പുതിയ പോളിസിയുടെ വിവരണമാണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഡയറക്റ്റ് ഷെയർ മാർക്കറ്റായിട്ട് ബന്ധമുള്ള നല്ലൊരു റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇൻഡെക്സ് പ്ലസ് എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ബേസിക്കലി ഇതൊരു റിസ്ക് കവർ അതുപോലെ തന്നെ സേവിങ്സ് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പോളിസി. ഇതിനകത്ത് മെയിൻലി രണ്ട് തരത്തിലുള്ള ഫണ്ടുകളിലാണ് നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നിഫ്റ്റി 50 എന്നുള്ള ഒരു സ്റ്റോക്കിനകത്ത്, അതുപോലെ തന്നെ നിഫ്റ്റി 100 ഇൻഡെക്സ്, ഇങ്ങനെയുള്ള രണ്ട് സ്റ്റോക്ക് ഇൻഡെക്സിനകത്താണ് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത്. അതിനെ ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ട് എന്നും അതുപോലെ തന്നെ ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ട് എന്നുള്ള രണ്ട് പേരുകളിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫണ്ടുകളിലേക്കായിരിക്കും ഈ രണ്ട് സ്റ്റോക്കുകളിലേക്കായിരിക്കും നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു സവിശേഷത എന്നുള്ളത്, നമുക്ക് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ടേം നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെച്യൂരിറ്റി ചാർജ്, പലതരത്തിലുള്ള ചാർജസ് ഈ ഒരു പോളിസിയുടെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മോർട്ടാലിറ്റി ചാർജ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ അട്രാക്റ്റീവ് ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്നുള്ളതാണ്. അത് നമ്മുടെ പോളിസി ടൈമിനകത്ത് ഡിഫറെന്റ് ഇന്റർവെൽസ് ആയിട്ടാണ് LICയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആഡ് ഓൺ സംഭവമാണ് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് കൂടാതെ LICയുടെ ഭാഗത്തു നിന്നും കൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻകം ആണ് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രീമിയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റിട്ടേൺസും കൂടുതലായിരിക്കും, ഗ്യാരണ്ടീഡ് അഡീഷൻസിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. നമ്മുടെ ആനുവലൈസ്ഡ് പ്രീമിയത്തിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആണ് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പാർഷ്യൽ വിത്ഡ്രോവൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു പാർഷ്യൽ എമൗണ്ട് നമുക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്, നമുക്ക് മാസത്തിൽ മിനിമം എമൗണ്ട് എന്നുള്ളത് 2500 രൂപയാണ് നമുക്ക് വരുന്നുള്ളൂ. മറ്റ് നമ്മുടെ പോളിസികളുടെ അകത്ത് 3000, 5000 ഒക്കെയാണ് പെർ മന്ത് വരുന്നത് SIP പോലെയുള്ള പ്ലാനുകളുടെ അകത്ത്. അപ്പൊ നമുക്കിവിടെ പ്രീമിയം വളരെ കുറവാണ്, 2500 പെർ മന്ത് വെച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ആക്സിഡന്റ് ബെനിഫിറ്റ് റൈഡർ വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു പ്ലാനിനകത്ത്. അതുപോലെ തന്നെ ഫിനാൻസ് ആക്ട് 2021 പ്രകാരം നമുക്ക് ആനുവലൈസ്ഡ് പ്രീമിയം 2.5 ലക്ഷം വരെയാണ് യൂളിപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രീമിയം റിസ്ക് കവർ പോളിസി, പ്രീമിയം പേയിങ് ടൈം ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ മിനിമം ഏജ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് 90 ദിവസമാണ്, മാക്സിമം 60 ഇയേഴ്സ് ആണ് ഇതിന്റെ ഏജ് എൻട്രി പറയുന്നത്. മിനിമം എന്നുള്ളത് 90 ദിവസം, മാക്സിമം 60 വയസ്സും. പിന്നെ ഇതിനകത്ത് ബേസിക് സമ്മേഷോട് രണ്ട് രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ആനുവലൈസ് നമ്മുടെ ആനുവൽ പ്രീമിയത്തിന്റെ 7 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പൊ 90 ദിവസം മുതൽ 50 വയസ്സ് വരെ നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 7 ഇരട്ടിയോ 10 ഇരട്ടിയോ നമുക്ക് തെരഞ്ഞെടുക്കാം ബേസിക് സമ്മേഷോട്. 51 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമുക്ക് 7 ഇരട്ടി മാത്രമാണ് നമ്മുടെ കവർ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ മിനിമം മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സായാലാണ് നമുക്ക് മിനിമം ഇതിന്റെ മെച്യൂരിറ്റി കിട്ടുള്ളൂ. അതുപോലെ മാക്സിമം മെച്യൂരിറ്റി എന്നുള്ളത് 10 ടൈംസ് ആനുവലൈസ്ഡ് പ്രീമിയത്തിനകത്ത് 75 വയസ്സും 7 ടൈംസിനകത്ത് 85 വയസ്സ്. അപ്പൊ അതുവരെയാണ് നമുക്ക് ഇതിന്റെ മെച്യൂരിറ്റി, അതുവരെയാണ് നമുക്ക് ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പോളിസി ടേം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48,000 താഴെയാണെങ്കിൽ നമ്മുടെ ആനുവലൈസ്ഡ് പ്രീമിയം 48,000 താഴെയാണെങ്കിൽ 15 മുതൽ 25 വർഷം വരെയാണ് നമുക്ക് ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 15 താഴെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. 48,000 മുകളിലാണെങ്കിൽ നമുക്ക് 10 മുതൽ 25 വർഷം വരെ ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രീമിയം പേയിങ് ടേം വരുന്നത് പോളിസിയുടെ സെയിം ടേം തന്നെയാണ്. അപ്പോൾ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ 10 വർഷം നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രീമിയം പേയിങ് മോഡ് നമുക്കറിയാം, എല്ലാ മോഡും അവൈലബിൾ ആണ്. മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി നമുക്ക് അടയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിമം പ്രീമിയം ക്രൈറ്റീരിയ ഇവിടെ വെക്കുന്നുണ്ട്. മന്ത്ലി ആണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ 2,500 നമുക്ക് മിനിമം വരിക. പിന്നീട് 250 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്കത് കൂട്ടിയെടുക്കാൻ പറ്റുക. ക്വാർട്ടർലി ആണെങ്കിൽ 7,500 മിനിമം വേണ്ടത്. പിന്നെ മൾട്ടിപ്പിൾസ് 250 മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്കത് കൂട്ടിയെടുക്കാം. ഹാഫ് ഇയർലി ആണെങ്കിൽ മിനിമം വേണ്ടത് 15,000, പിന്നെ മൾട്ടിപ്പിൾസ് 500 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പിന്നീട് അത് കൂട്ടിയെടുക്കാൻ പറ്റുക. ഇയർലി ആണെങ്കിൽ മിനിമം വേണ്ടത് 30,000 ആണ്. പിന്നീട് 1000 മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്കത് കൂട്ടിയെടുക്കാം.
മാക്സിമത്തിന് നമുക്കിവിടെ ലിമിറ്റ് ഒന്നുമില്ല. ഇനി ഇതിന്റെ പ്ലാൻ ബെനിഫിറ്റ് രണ്ടെണ്ണമാണ്, ഡെത്ത് ബെനിഫിറ്റും ഉണ്ട്, മെച്യൂരിറ്റി ബെനിഫിറ്റും ഉണ്ട്. അപ്പൊ ഡെത്ത് ബെനിഫിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റിസ്ക് കവർ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് വാല്യൂ, അന്നത്തെ ഫണ്ട് വാല്യൂ എത്രയാണോ അതാണ് കിട്ടുക. ഇനി റിസ്ക് കവർ വന്നതിന് ശേഷം, ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന്, അതായത് ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് കിട്ടുക. ഒന്നുകിൽ ബേസിക് സം അഷ്വേർഡ്, അതിന്ന് പാർഷ്യൽ വിത്ഡ്രോവൽ എത്ര വന്നിട്ടുണ്ട് അത് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി ബേസിക് സം അഷ്വേർഡ്, അല്ലെങ്കിൽ യൂണിറ്റ് ഫണ്ട് വാല്യൂ, നമുക്ക് മരിക്കുന്ന ദിവസം ആ ഡേറ്റിലുള്ള യൂണിറ്റ് ഫണ്ട് വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ അടച്ച പ്രീമിയത്തിൽ നിന്ന് എത്രത്തോളം നമ്മൾ പാർഷ്യൽ വിത്ഡ്രോവൽ നടത്തിയിട്ടുണ്ടെന്നുള്ള എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ 105%. ഇപ്പം ഇതിൽ ഏതാണോ ഏറ്റവും വലുത് വരുന്നത് അതായിരിക്കും ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് ഇവിടെ കിട്ടുക. ഇനി മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ഫണ്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക, പ്ലസ് നമുക്കുള്ള ഗ്യാരണ്ടീഡ് അഡീഷൻസും കൂടെ ചേർത്തുള്ള ഒരു ഫണ്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ അതിനകത്ത് മോർട്ടാലിറ്റി ചാർജ് റീഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ നമ്മൾ ഇത് സറണ്ടർ ചെയ്യോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യോ അല്ലെങ്കിൽ പെയ്ഡപ്പ് ആയിട്ട് മാറും, നമ്മൾ അടയ്ക്കാതെ പെയ്ഡപ്പ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ മോർട്ടാലിറ്റി ചാർജ് എന്നുള്ളത് റീഫണ്ട് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇനി ഗ്യാരണ്ടീഡ് അഡീഷൻസ് എങ്ങനെ കയറണം എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് കാണിക്കുക. അതായത് 6ാമത്തെ വർഷം, 10ാമത്തെ, 15, 20, 25 ഈ വർഷങ്ങളിലാണ് നമ്മുടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കയറുക. അപ്പൊ അത് 2 രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആനുവലൈസ്ഡ് പ്രീമിയം 48,000-ന് താഴെയാണെങ്കിൽ 6ാമത്തെ വർഷം 3%, 10ാമത്തെ വർഷം 6%, 15-ൽ 12%, 20-ൽ 15%, 25-ൽ 18% ഇങ്ങനെയാണ് അത് കയറുക. 48,000-ന് മുകളിലാണെങ്കിൽ 6ാമത്തെ വർഷം 5%, 10ാമത്തെ വർഷം 10%, 15-ൽ 20%, 20-ൽ 25%, 25-ൽ 30%, ഈ രീതിയിലാണ് അതിന്റെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കയറുക. അപ്പൊ നമ്മൾ ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പൊ ഈ രീതിയിൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന ഷെയർ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കൂടാതെ LICയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഹിതമാണ് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്നുള്ളത്. അപ്പൊ ഇതും കൂടെ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് കിട്ടും. പിന്നെ നമ്മൾ ഇടുന്ന ഫണ്ട് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് കാണിക്കുക. അപ്പോൾ രണ്ടിനകത്താണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 0 മുതൽ 20% വരെയുള്ള നമ്മുടെ ഫണ്ട്, ഒന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കടപ്പത്രങ്ങൾ, ഡെപ്റ്റിലൊക്കെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് റിസ്ക് കുറഞ്ഞൊരു സെക്ടറാണ് ഇത്. പിന്നെ ഒരു 0 to 40% ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതും കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. പിന്നെ നമ്മുടെ മേജർ പാർട്ട് ഒരു 40 മുതൽ 100% വരെയുള്ള ഒരു പാർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അത് റിസ്ക് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് റിസ്ക് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വെരി ഹൈ റിസ്ക് ആണ് വരിക. മിക്കവാറും ലോങ് ടേം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ തീർച്ചയായിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യും. ഷോർട്ട് ടേമിലേക്ക് ആകുമ്പോൾ ഒരു പക്ഷേ ഷെയർ മാർക്കറ്റിന്റെ ചാഞ്ചാട്ടങ്ങൾക്ക് അനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് നേട്ടം കിട്ടാനും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനും നഷ്ടം വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഫണ്ട് ഡിസ്കണ്ടിന്യൂഡ് പോളിസി ഫണ്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വിറ്റിയുടെ അകത്ത് നമ്മുടെ ഫണ്ട് ഒരിക്കലും ഇടില്ല. അതിൽ 0 to 40% വരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലും 60 to 100 ഗവൺമെന്റ് സെക്യൂരിറ്റീസിലായിരിക്കും. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്വിറ്റി ഷെയർസിനകത്ത് നമ്മുടെ ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിരിക്കും. ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുക. നമുക്കറിയാം ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ടും നമ്മൾ ഗ്രേസ് പീരീഡിനുള്ളിൽ നമ്മൾ പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫണ്ട് എക്സ്പയറി ആയിട്ട് പോകും. അപ്പോൾ നമുക്കിതിന് സാധാരണ 5 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഈ ഒരു പോളിസിക്ക് ഉണ്ട്. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്യൂറിങ് 5 ഇയർ ലോക്ക് ഇൻ പീരീഡ് നമുക്ക് 5 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ യൂണിറ്റ് ഫണ്ട് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതിന്ന് ഡിസ്കണ്ടിന്യൂൻസ് ചാർജ് ഡിഡക്ട് ചെയ്തിട്ട് ആ ഫണ്ട് നേരെ ഡിസ്കണ്ടിന്യൂഡ് പോളിസി ഫണ്ടായിട്ട് മാറും. അപ്പൊ നമ്മുടെ റിസ്ക് കവർ, അതുപോലെ തന്നെ റൈഡർ കവറൊക്കെ അതോടുകൂടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്കത് വേണമെങ്കിൽ റിവൈവ് ചെയ്തെടുക്കാൻ അവസരമുണ്ട്. റിവൈവ് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുമ്പോൾ എത്രയാണോ ഫണ്ട് വാല്യൂ ഉള്ളത് അത് പോളിസി ഹോൾഡറിന് കിട്ടും. ഇനി അതിനുള്ളിൽ ഡെത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് വാല്യൂ എത്രയാണോ അത് നോമിനിക്ക് കിട്ടും. ഇനി 5 ഇയർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ അടയ്ക്കാതെ ഇത് നിർത്തി പോകുന്നതെങ്കിൽ അത് പെയ്ഡപ്പ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ പെയ്ഡപ്പ് സം അഷ്വേർഡ് ആയിട്ട് നമ്മുടെ സം അഷ്വേർഡ് ചുരുങ്ങും. അതുപോലെ തന്നെ
നമ്മുടെ റിസ്ക് കവറും മോർട്ടാലിറ്റി ചാർജസ് ഒക്കെ പ്രൊപ്പോർഷനേറ്റ്ലി അത് റെഡ്യൂസ്ഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ റൈഡർ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അതിന്റെ കവറേജ് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്കിത് റിവൈവ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. റിവൈവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിവൈവൽ പീരീഡോ അല്ലെങ്കിൽ സറണ്ടറോ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഇതിന്റെ ഫണ്ട് വാല്യൂ നമുക്ക് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കും. ഇനി അതിനുള്ള ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഫണ്ട് വാല്യൂ എത്രയാണോ അത്, അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് സമ്മേഷവേഡ് എന്ന് വിത്ഡ്രോവൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള എമൗണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ അടച്ച പ്രീമിയം അതിന്റെ 105% ഏതാണോ വലുത് അത് പാർട്ടിക്ക് കിട്ടും. ഇനി സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുക. പോളിസി ടേമിനകത്ത് എപ്പോൾ വേണമെങ്കിലും പോളിസി സറണ്ടർ ചെയ്യാം. പക്ഷേ 5 ഇയർ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് 5 ഇയറിനുള്ളിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ഇയറിനുള്ളിൽ സറണ്ടർ ചെയ്താൽ നമുക്ക് ഈ ഫണ്ട് കിട്ടണമെങ്കിൽ 5 ഇയർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 5 ഇയർ ലോക്ക് ഇൻ പീരീഡിനുള്ളിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ഡിസ്കണ്ടിന്യൂഡ് പോളിസി ഫണ്ടായിട്ട് മാറും. അതിന്റെ ഡിസ്കണ്ടിന്യൂയൻസ് ചാർജസ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഫണ്ട് മാറുക. പിന്നെ അതിന് ഫണ്ട് മാനേജ്മെന്റ് ചാർജ് മാത്രമാണ് ഡിഡക്ട് ചെയ്യുള്ളൂ. നമുക്ക് റിസ്ക് കവർ റൈഡർ കവർ ഒന്നും പിന്നീട് വരില്ല. പിന്നെ നമ്മുടെ ലോക്ക് ഇൻ പീരീഡ് കഴിയുമ്പോൾ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇനി 5 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്യണമെങ്കിൽ അന്നത്തെ ഫണ്ട് വാല്യൂ എത്രയാണോ ആ ഒരു ഫണ്ട് വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ പിന്നീട് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് കമ്പൽസറി ടെർമിനേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ മിനിമം 5 ഇയർ അടച്ചിട്ടുണ്ട്, 5 വർഷത്തെ പ്രീമിയം അടച്ചിട്ടുണ്ട്, പോളിസി 5 വർഷം പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ ഫണ്ട് വാല്യൂ ഈ ചാർജസ്, അതായത് പലതരത്തിലുള്ള ചാർജസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫണ്ട് മാനേജ്മെന്റ് ചാർജ് ഉണ്ട്, മോർട്ടാലിറ്റി ചാർജ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചാർജസ് നമുക്ക് ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ആ ചാർജസ് കട്ട് ചെയ്യാൻ പാകത്തിന് നമുക്ക് യൂണിറ്റ് ഫണ്ട് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കമ്പൽസറി ടെർമിനേഷനിലേക്ക് പോവും. ബാക്കിയുള്ള ഫണ്ട് എത്രയാണോ അത് നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കമ്പൽസറി ടെർമിനേഷനും വരാനായിട്ടുള്ള സാധ്യത നമുക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിഫറെന്റ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്. അത് ഒന്ന് പറയുന്നത് നമുക്ക് ഫ്രീ സ്വിച്ചിങ് ഇതിനകത്ത് ഉണ്ട്. 4 തവണ ഒരു ഇയറിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്വിച്ച് ചെയ്യാം. നമ്മുടെ ഫണ്ട് റിസ്ക് കൂടിയ ഫണ്ടുകളിലേക്കും റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. 4 തവണ ഫ്രീ ആയിട്ട് സ്വിച്ച് ചെയ്യാം ഒരു പോളിസി ഇയറിൽ. പിന്നീട് വരുന്ന ഓരോ സ്വിച്ചിങ്ങിനും 100 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും. പിന്നെ നമുക്ക് സെറ്റിൽമെന്റ് ഓപ്ഷൻ ഉണ്ട്. ഡെത്ത് ക്ലെയിം, അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ഒന്നിച്ച് വാങ്ങണ്ട, നമുക്കത് ഡിവൈഡ് ചെയ്തിട്ട് നോമിനിക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൊടുക്കാം. അപ്പൊ 5 ഇയർ സെറ്റിൽമെന്റ് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ലംസം എമൗണ്ട് 5 വർഷം പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ഉണ്ട്. ഇനി പാർഷ്യൽ വിത്ഡ്രോവൽ എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുക. പാർഷ്യൽ വിത്ഡ്രോവൽ പറ്റണമെന്നുണ്ടെങ്കിൽ മിനിമം 18 വയസ്സും അതിന് മുകളിൽ ആയിട്ടുണ്ടാവണം. ഈ വിത്ഡ്രോവൽ നമുക്ക് ഒന്നുകിൽ ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഫിക്സ്ഡ് നമ്പർ ഓഫ് യൂണിറ്റ് ആയിട്ടോ നമുക്കിത് വിത്ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പാർഷ്യൽ വിത്ഡ്രോവൽ വരുമ്പോൾ നമ്മുടെ ഗ്യാരണ്ടീഡ് അഡീഷൻസും ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് കുറയാനായിട്ട് ഉള്ള സാധ്യത ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ വിത്ഡ്രോവലിനും പാർഷ്യൽ വിത്ഡ്രോവലിന് 100 രൂപ വെച്ച് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 തൊട്ട് 10 വരെയുള്ള പോളിസി ഇയറിനകത്ത് 20% നമ്മുടെ യൂണിറ്റ് ഫണ്ടിന്റെ 20% നമുക്ക് പാർഷ്യലി വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റുക. 11 മുതൽ 15 വരെയാണെങ്കിൽ 25, 16 മുതൽ 20 വരെയാണെങ്കിൽ 30, 21 മുതൽ 25 വരെയാണെങ്കിൽ 35. ഈ രീതിയിലാണ് നമുക്കിത് വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുക. പക്ഷെ അവരൊരു മിനിമം ഫണ്ട് ബാലൻസ് വിത്ഡ്രോവൽ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അടയ്ക്കുന്ന ആനുവലൈസ്ഡ് പ്രീമിയം 48,000 വരെയാണ് ഉള്ളത് എങ്കിൽ, അതിന് താഴെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഇത് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അടയ്ക്കുന്ന ആനുവൽ പ്രീമിയത്തിന്റെ 4 ഇരട്ടി അവിടെ ബാക്കി കാണണം യൂണിറ്റ് ഫണ്ട് വാല്യൂ ആയിട്ട്. അതുപോലെ തന്നെ 48,000 മുകളിലാണ് അടയ്ക്കണമെങ്കിൽ നമ്മുടെ ആനുവലൈസ്ഡ് പ്രീമിയത്തിന്റെ 3 ഇരട്ടി അവിടെ ബാലൻസ് റിക്വയർഡ് ആണ്. അത്രയും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പാർഷ്യൽ വിത്ഡ്രോവല് അവർ അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ പാർഷ്യലി നമുക്കത് നമ്മുടെ ഒരു യൂണിറ്റിന്റെ ഫണ്ടിന്റെ ഒരു ഭാഗം നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ മിനിമം ബാലൻസ് ക്രൈറ്റീരിയയും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്കിത് പാർഷ്യലി വിത്ഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇനി അതിന്റെ അതർ ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുക. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ബേസിക് സമ്മേഷവേഡ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. ടോപ്പ് അപ്പ് ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അസൈൻമെന്റ്സ് അതുപോലെ തന്നെ നോമിനേഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് പറ്റും. നമുക്ക് വേണമെങ്കിൽ പാരന്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നോമിനീനെ മാറ്റാനോ ഒക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. ലോൺ ഫെസിലിറ്റി ഒന്നും ഇതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ ഗ്രേസ് പീരീഡ് നമുക്ക് 30 ദിവസമാണ് കിട്ടണേ. മന്ത്ലി മോഡാണെങ്കിൽ 15 ഡേയ്സ്, മറ്റേതിനൊക്കെ 30 ഡേയ്സ് ആണ് ഗ്രേസ് പീരീഡ് കിട്ടുക. റിവൈവൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അടച്ചു നിർത്തിയിട്ടുള്ള ഡേറ്റ് മുതൽ 3 വർഷത്തിനുള്ളിൽ നമുക്ക് റിവൈവൽ ഇതിനകത്ത് സാധ്യമാണ്. അപ്പൊ 3 വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്കിത് റിവൈവ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷണൽ റൈഡേഴ്സ് കൊടുത്തിരിക്കുന്നത് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ആണ് ഇതിനകത്ത് അഡീഷണലി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ എടുക്കുന്ന ബേസിക് സമ്മേഷന്റെ ഓരോ 1000 രൂപയ്ക്കും 40 പൈസ വെച്ച്, ഇനി പോലീസുകാരനാണ് ഇത് എടുക്കണമെങ്കിൽ 80 പൈസ വെച്ച് അഡീഷണലി പ്രീമിയം നമുക്ക് വരും.
ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. പക്ഷെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പൊ നമുക്കിവിടെ റിസ്ക് കവറും സേവിങ്സും രണ്ടും കൂടെ ഡ്യുവൽ ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 100, നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സ് റിട്ടേൺ രണ്ടിനകത്തു നിന്നും നമുക്ക് റിട്ടേൺസ് നമ്മുടെ ഫണ്ട് ഈ രണ്ട് ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺസ് എടുക്കാം. അതുപോലെ തന്നെ ലോങ് റണ്ണിനകത്ത്, ഷോർട്ട് റണ്ണിനകത്ത് നമുക്ക് റിട്ടേൺസിന്റെ കാര്യം ഗ്യാരണ്ടീഡ് പറയാൻ പറ്റില്ല. പക്ഷെ ലോങ് ടേമിലേക്കാണ് നമ്മളിത് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ യൂണിപ്പ് പോലത്തെ ഫണ്ടുകൾ, യൂണിറ്റ് ലിങ്ക്ഡ് പോളിസികൾ നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലോങ് ടൈമിലേക്ക് നല്ലൊരു ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ലിക്വിഡിറ്റി ആണ്, നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പാർഷ്യൽ വിത്ഡ്രോവൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷെയർ മാർക്കറ്റിലേക്കാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഫണ്ടിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് ഭാവിയിലേക്കായിട്ട് ഒരു കരുതൽ നിക്ഷേപം പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളിസിയാണ് ഈ ഇൻഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് നാളെ LIC ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോളിസി. അപ്പോൾ ഇന്നത്തെ ഒരു യങ് ഗ്രൂപ്പ്, ഒരു 25 മുതൽ 35-40 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മണി ഷെയർ മാർക്കറ്റ് ഏരിയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി LICയിൽ വിശ്വസിച്ച് റിസ്ക് കുറഞ്ഞ സെക്ടറുകളിൽ നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം. നമുക്ക് നല്ല റിട്ടേൺസ് ഇത് പ്രൊവൈഡ് ചെയ്യും. ലോങ് ടൈമിനകത്ത് വേണമെങ്കിൽ നമുക്ക് 25 വർഷം വരെ ഇവിടെ ഇടാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പോളിസിയാണ് ഇൻഡെക്സ് പ്ലസ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ പോളിസിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്കറിയുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി ഇതിന്റെ ബാക്കി പ്രീമിയം റേറ്റും മറ്റൊക്കെ കിട്ടുന്ന മുറയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.